എടി ഇവിടെ വെച്ചതാണല്ലോ. അല്ല നീ എന്താണ് തെരഞ്ഞോണ്ടിരിക്കണത്? നമുക്ക് പോവണ്ടേ? വേഗം വാ. അല്ല ഞാനേ ഇവിടെ വെച്ചിരുന്ന എന്റെ സ്വർണ്ണമാല ഒരു ചിപ്പിലിട്ടിട്ട് അത് കാണാനില്ല. ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കണേ നിന്റെ ഇടയിൽ കുത്തി കയറ്റിയത് കാണാനില്ല. എടി മാലയിട്ട് അണിഞ്ഞൊരുക്കി പോവേണ്ട ആവശ്യമുണ്ടാ? നമ്മൾ ഹോസ്പിറ്റലിലോട്ടല്ലേ പോണത്. ഓ അതെനിക്ക് ഇട്ടുണ്ടോന്നല്ലേ ചേച്ചി. പോണ വഴിക്ക് പണയം വെച്ചാലേ 4 ലക്ഷം രൂപ എന്തായാലും കിട്ടും. അപ്പൊ അച്ഛന്റെ ഓപ്പറേഷനുള്ള പൈസ ആവുമല്ല. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? അതിന് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലേടി. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണത്? ഓ അപ്പൊ ചേച്ചി അതും മറന്നാ? അമ്മക്ക് 3 മാസം മുന്നേ ഓപ്പറേഷന് വേണ്ടി എടുത്തത് 10 ലക്ഷം രൂപ. അതിന്റെ കവറേജ് തീർന്നില്ലേ? ഈ വർഷം തന്നെ അച്ഛനും ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ ഈ വർഷം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂലല്ലോ. ആര് പറഞ്ഞി? ഞാനേ റീസ്റ്റോറേഷൻ ബെനിഫിറ്റുള്ള പോളിസിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് 10 ലക്ഷത്തിന്റെ കവറേജ് ഫുൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വർഷം തന്നെ വീണ്ടും 10 ലക്ഷത്തിന്റെ കവറേജ് റീസ്റ്റോർ ആവും. നമുക്കിനി അച്ഛന്റെ ട്രീറ്റ്മെന്റിന് നയാ പൈസ പോലും കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരില്ല. ആഹാ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. ചേച്ചി ഇത് എവിടെന്നാ മനസ്സിലാക്കിയേ? എടി പലതരം ഫീച്ചേഴ്സ് ഉള്ള പ്ലാനുകൾ ഉണ്ട്. ആരും കമ്പയർ ചെയ്ത് എടുക്കാത്തോണ്ടാണ് മനസ്സിലാവാത്തത്. എന്റെ ബയോയിൽ ഒരു ലിങ്ക് ഉണ്ട്. അവിടെ ഇതേപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കി 51-ലധികം ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും നമുക്ക് പറ്റുന്ന പോളിസി ഞാൻ എടുത്ത് മാസേ 400-500 രൂപ മുതൽക്ക് തുടങ്ങുന്ന പ്ലാനുകളുണ്ട്. 1 കോടി കവറേജ് വരെ കിട്ടണ. പിന്നെ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ആഹാ ചേച്ചി ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്തായാലും അപ്പൊ മാല പണയം വെക്കണ്ട. എന്നാലും ആ മാല എവിടെ പോയി? എടി മാല ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് നോക്കാം. നീ വേം വാ.